നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ്. മകം നക്ഷത്രക്കാരുടെ 2026 മെയ് മാസം 14 മുതൽ 31 വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഇവർക്ക് ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനകരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുമൂലം ഇവർക്ക് ഇവരുടെ ജീവിതത്തെ ഒന്ന് അടുക്കും ചിട്ടയോടെ ക്രമപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇതൊരു പൊതുവായിട്ടുള്ള മകം നക്ഷത്രക്കാരുടെ ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ മകം നക്ഷത്രത്തിൽ പറഞ്ഞ ഏതൊരാൾക്കും ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഫലത്തിലേക്ക് കടക്കുമ്പോൾ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യമായിട്ട് വ്യാപാര വിപണന മേഖലയിലേക്ക് കിടക്കാം. നമുക്ക് ബിസിനസ്സുകാർക്കൊക്കെ നിർത്തിവെച്ച വ്യാപാരങ്ങളൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാൻ പറ്റിയൊരു സമയമാണ്. സ്വയം തൊഴിലാകട്ടെ, ചെറുകിട ബിസിനസ് ആകട്ടെ, വൻകിട ബിസിനസ് ആകട്ടെ, നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ചില സുഹൃത്തുക്കളുടെയൊക്കെ നിർദ്ദേശങ്ങള് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാല് നിങ്ങളത് ദീർഘവീക്ഷണത്തോടെയൊക്കെ കാണുന്നത് കൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നിങ്ങൾക്കത് വിജയത്തിൽ എത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിവിധങ്ങളായിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തികൾ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാനുള്ള ഒരു രീതി നിങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. കാരണം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട്. അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ വളരെ ഊർജ്ജസ്വലരായിട്ടിരിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചതും അറിവുള്ളതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുന്നതിനാൽ നിങ്ങൾ ചില അലസതാ മനോഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഒക്കെ വരികയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനു വേണ്ടി തയ്യാറെടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഒരു മനസ്സിലൊരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ അത് പാടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വേണ്ട രീതിയിൽ അതിനെ കണ്ട് നിങ്ങൾക്ക് വരുന്ന പരീക്ഷകളെയും ഇന്റർവ്യൂകളെയും ഒക്കെ നിങ്ങൾ ആ രീതിക്ക് അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇല്ല എങ്കിൽ അവസാന നിമിഷം ചില സങ്കടകരമായിട്ടുള്ള വസ്തുതകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ ലാഘവത്തോടെ കാണാതെ ഗൗരവത്തോടെ എടുക്കുക. നിങ്ങളുടെ ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നുള്ള ഒരു മിഥ്യാധാരണയൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്നതാണ്. നമ്മളുടെ ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം നമ്മൾ കാണുന്നതെല്ലാം കൃത്യമാകണമെന്നില്ല. ഉദാഹരണത്തിന് ചില മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്ക് പിന്നിൽ വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ടാവും. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകുക. പൊതുജന ആവശ്യപ്രകാരം നിങ്ങൾ ചില കക്ഷി രാഷ്ട്രീയ പ്രവേശനമൊക്കെ നടത്തുന്നതാണ്. കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യുക. കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കാൻ ചിലപ്പോൾ ചില ആളുകൾ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ചില കാര്യങ്ങളിലേക്ക് തള്ളിവിടുകയും അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയും നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ തൊഴില് ഇതൊക്കെ മാറ്റിക്കളയുവാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്ത് വിദഗ്ധരായവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും നല്ലതാണ്. അങ്ങനെ പ്രവർത്തിച്ചാല് പരാജയങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ചില അധിക ചെലവുകളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിയന്ത്രിക്കാവുന്നതാണ്. വിധി പോലെ വരുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന ചില വിധികളുണ്ട്. അതുപോലെയുള്ള ഒരു വിധിയാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അമിത ചെലവ് മാറാവുന്നതാണ്. ചില ആളുകൾക്കൊക്കെ തൊഴിലില്ലാതെ ഇപ്പോഴും മകം നക്ഷത്രത്തില് ഒരു തൊഴിലിന് വേണ്ടി, നല്ലൊരു തൊഴിലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ചില സംഘർഷങ്ങളൊക്കെ ഉള്ളത് ഒഴിവാക്കി ആ ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില കാര്യങ്ങളെ ത്യജിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ത്യജിക്കേണ്ടതായിട്ട് വരും. എങ്കിലും നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വിജയപഥത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിലെ കൂടുതൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചെറിയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതാണ്. വാഹന ഭാഗ്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട്. അതുപോലെ തന്നെ നറുക്കെടുപ്പ് ഭാഗ്യവും നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട്. ഭാഗ്യക്കുറികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കുടുംബകാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടാതിരിക്കുക. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചൊക്കെ വരും. അതിൽ നിന്ന് നിങ്ങൾ വളരെ വിദഗ്ധമായ രീതിയിൽ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്.
കാരണം ഇതില് ശത്രുതയ്ക്ക് കാരണമാകുന്ന ചില സംഭവ വികാസങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. വഞ്ചനയിൽ അകപ്പെടാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം. നിഷേധാത്മകമായിട്ടുള്ള നിലപാടിൽ നിന്ന് ഒഴിഞ്ഞു മാറി യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള ഒരു ഉൾപ്രേരണയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക. പ്രമേഹ രോഗമൊക്കെ ഉള്ളവര്, ഉദരരോഗമൊക്കെ ഉള്ളവർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു ചെറിയ മോചനമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ മകം നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ ഇവര് കൂടുതലും ഗുണങ്ങളും ദോഷങ്ങളും അടങ്ങുന്ന ഒരു ഫലമാണ് ഈ മെയ് 14 മുതൽ 31 വരെ. മെയ് 14 മുതൽ 25 വരെ ഏകദേശം ഇവർക്ക് ഗുണ അനുഭവങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 25-ന് ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചില ആളുകളുടെയൊക്കെ ശത്രുശല്യവും കാര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരാൾക്കെങ്കിലും സഹായം ചെയ്യുക. ഈ സഹായം സ്വീകരിക്കുന്ന ആൾ അതിനർഹനാണെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരാളെ കണ്ടെത്തണം. ആർക്ക് വേണമെങ്കിലും നമുക്ക് സഹായം ചെയ്യാം, പക്ഷെങ്കിൽ അത് അർഹനല്ലെങ്കിൽ അതൊരു സഹായമായി മാറില്ല. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് മാത്രം സഹായം ചെയ്യുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.